കാനറി റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഡിഷ് എന്ന് പറഞ്ഞിട്ട് സാർ സജസ്റ്റ് ചെയ്യുന്നത്? ഏറ്റവും ബെസ്റ്റ് ഡിഷ് എന്ന് പറയുന്നത് ഞങ്ങൾ ചൈനീസിൽ തന്നെയായിരിക്കും. പിന്നെ ഞങ്ങളുടെ മീൽസ് ഒക്കെ നല്ല മീൽസ് ആണ്. അതുപോലെ നമ്മൾ ഈ ഫിഷ് കറി മീൽസ്, എന്നാലും ഞങ്ങൾ മറ്റുള്ളവരുടെ റേറ്റിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഈ ഫിഷ് നമ്മൾ ഹാർബറിൽ പോയി മേടിക്കുമ്പോൾ, ഒരു ഉദാഹരണം, ഇപ്പൊ ഹാർബറിൽ പോയി മേടിക്കുമ്പോൾ ഫിഷ് ഇപ്പൊ നെയ്മീൻ എന്ന് പറയുന്നത്, നമ്മൾ അറക്കാന്നൊക്കെ പറയുന്ന കിങ് ഫിഷ്, ഈ കിങ് ഫിഷ് നമ്മൾ ഹാർബറിൽ പോയി മേടിക്കണമെങ്കിൽ 700 രൂപ വിലയുണ്ട് വെച്ചോ, 1 കിലോ. ഇതേ സാധനം ഞങ്ങൾ മേടിക്കുന്നത് ഈ ചൂണ്ടക്കാരായിരുന്നു. അവരെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അതേ മീന് 1100 രൂപ, 1200 രൂപ വില വരും. ഏതാണ്ട് ഇരട്ടിയോളം മാറ്റം വരും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രണ്ട് മീനുകളും വ്യത്യാസമുണ്ടോ? തീർച്ചയായും. അതായത് ഹാർബറിലുള്ള മീൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ബോട്ട് പോയിട്ട് പിടിക്കാൻ പോകും, 1 മാസം മുന്നേ പോകും പിടിക്കാൻ പോകും. ചൂണ്ടാൻ പോണ മീൻ കാലത്ത് പോയിട്ട് വൈകിട്ട് വരും. അത് അവിടെ വെച്ച് ലൈവാണ്, ഫ്രഷാണ്. അതാണ് ഞങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ചില സാധനങ്ങൾക്ക് വില കൂടുതൽ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെല്ലാം 5 സ്റ്റാർ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റ് മാറ്റുള്ള ഐറ്റംസിന് ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഗ്രോസറി വരെ ഞങ്ങൾ ഏറ്റവും പ്രീമിയം മാത്രം ഉപയോഗിക്കുള്ളൂ. നമ്മുടെ ഒരു നോർമൽ ഒരു റെസ്റ്റോറന്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഞങ്ങളുടെ റേറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമം വരുന്നല്ലാണ്ട്, അതിവിടെ പലരും പരാതി വരെ കൊടുത്തിട്ട് വന്നിട്ട്, കളക്ടർ വരെ പരാതി കൊടുത്തിട്ട് ഞാനിത് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. അതായത് നിങ്ങളത് റേറ്റൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പാല് തൊട്ടിട്ട് ഞങ്ങളുടെ ഫാമിൻ്റെ അവിടെ നിന്ന് തൊട്ടുള്ള ഹൈജീനിറ്റി തൊട്ട് ഇവിടെ വരെ ഞങ്ങൾ ഗ്ലാസ് പോലും ഞങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് കോസ്റ്റ് വരും എല്ലാം.